രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡന കേസിൽ തെളിവ് ശേഖരണത്തിലേക്ക് കടന്ന പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്തെ ഫ്ളാറ്റിന് പുറമെ പാലക്കാട് രാഹുലിന്റെ ഫ്ളാറ്റിൽ പോലീസ് ഇന്ന് പരിശോധന നടത്തും. അതേസമയം അപകടകരമായ രീതിയിൽ ഗർഭഛിദ്രം നടത്തിയതോടെ യുവതിയുടെ ആരോഗ്യനില മോശമായി. യുവതിയെ ചികിത്സിച്ച ഡോക്ടേഴ്സ് നിന്ന് വിവരം നേടും. പുറത്തു വന്ന ശബ്ദരേഖ യുവതിയുടേതാണോ എന്നുറപ്പിക്കാൻ ശാസ്ത്രീയ പരിശോധന ഉണ്ടാകും. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരം ചേരും. അതേപോലെ പാലക്കാട്ടെ പരിശോധനയെക്കുറിച്ച് പറയാൻ ഐഷത്ത് ഉൽ ഷംനയും ചേരുന്നുണ്ട്. ആദ്യം ഷബീദിലേക്ക്. ഷബീദ്, പറയൂ. ഏതായാലും ഈ വിവാദങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസിൽ, ലൈംഗിക പീഡന കേസിൽ പോലീസ് കാര്യമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ ചെയ്യാനാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത്. ഒന്ന്, ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ചിട്ടുള്ള തെളിവ് ശേഖരണമാണ്. ഇതിനോടകം തന്നെ പെൺകുട്ടി കൈമാറിയിട്ടുള്ള വിവരങ്ങളിൽ പോലീസ് തെളിവ് ശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യഘട്ടമെന്നോണമാണ് തിരുവനന്തപുരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാറ്റിലെത്തി നേരിട്ട്, അതായത് തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലെത്തി, പെൺകുട്ടി പറഞ്ഞ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലെത്തി ഈ മഹസർ തയ്യാറാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. അതിന് പിന്നാലെ ഇക്കാര്യത്തിൽ മറ്റു തെളിവ് ശേഖരണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഈ അശാസ്ത്രീയ ഗർഭചിത്രമാണ് നടന്നത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. യുവതിക്ക് നൽകിയത് വീര്യം കൂടിയ മരുന്നാണെന്നും ഗർഭചിത്രം നടത്തിയത് 2 മാസത്തിന് ശേഷമാണെന്നും പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട്. 2 പ്രാവശ്യം ഗുരുതരമായിട്ടുള്ള മരുന്ന് ഈ പെൺകുട്ടിക്ക് നൽകി. ആദ്യം മരുന്ന് നൽകിയത് മെയ് 30-നാണ്. ഗുരുതര രക്തസ്രാവത്തെ തുടർന്ന് യുവതിയുടെ ആരോഗ്യനില മോശമായെന്നും ശേഷം മാനസികമായി തകർന്ന യുവതി 2 ആശുപത്രികളിൽ ചികിത്സ തേടിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രി രേഖകൾ പോലീസ് പരിശോധിച്ചു. ഈ പെൺകുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴിയടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്യും. അതിനു പിന്നാലെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ശബ്ദരേഖ, യുവതി കൈമാറിയിരിക്കുന്ന ശബ്ദരേഖ, ഇതൊക്കെ യുവതിയുടെ തന്നെ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ശാസ്ത്രീയ ശബ്ദ പരിശോധന നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ അപേക്ഷ നൽകും. അതിനുശേഷം അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ എത്തുക. SKN പാലക്കാട് നിന്ന് ഐഷത്ത് ഉൽ ഷംന കൂടി ചേരുന്നു. പാലക്കാടും ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുമെന്ന് അറിയുന്നു. പറയൂ ഷംന. SKN അല്പസമയത്തിനകം തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ രാഹുലിന്റെ പാലക്കാടുള്ള ഫ്ളാറ്റിൽ എത്തും. എന്തായാലും ഇവിടെ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ MLA വാഹനം ഇപ്പോഴും ഈ ഫ്ളാറ്റിൽ തന്നെ ഉണ്ട്. ഒപ്പം തന്നെ രാഹുലിന്റെ പേഴ്സണൽ വാഹനം, അതിപ്പോൾ ഈ രാഹുലിന്റെ PA ഈ ഫ്ളാറ്റിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ഈ PA ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരെ കുറിച്ചൊന്നും ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ഫോണുകളൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. പക്ഷേ ഇന്നലെയോടുകൂടി PA തിരിച്ച് പാലക്കാട് എത്തി വളരെ സജീവമായി തന്നെ MLA ഓഫീസിലടക്കം പ്രവർത്തിക്കുന്നുണ്ട്. ഫോണുകൾ എടുക്കാൻ തുടങ്ങി. പക്ഷേ എപ്പോഴും രാഹുൽ എവിടെയെന്ന ചോദ്യത്തിനൊന്നും ആർക്കും മറുപടിയില്ല. പക്ഷേ ഇപ്പോൾ ഈ രാഹുലിന്റെ ഫ്ളാറ്റിലെത്തിയാണ് പേഴ്സണൽ വാഹനം അതെടുത്തുകൊണ്ടാണ് PA പോയത്. ഈ MLA വാഹനം ഇപ്പോഴും ഈ ഫ്ളാറ്റിലുണ്ട്. രാഹുൽ എവിടെയെന്ന ചോദ്യത്തിനൊന്നും മറുപടി ലഭിച്ചിട്ടില്ല. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം അല്പസമയത്തിനകം ഈ ഫ്ളാറ്റിലെത്തും. ഈ ഫ്ളാറ്റിൽ വെച്ചും ബലാത്സംഗം നടന്നു എന്നതിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തുന്നത്. ഫ്ളാറ്റിലെ CCTV അടക്കം കേന്ദ്രീകരിച്ചാവും ഇനി അന്വേഷണം ഉണ്ടാവുക. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷം ശേഖരിക്കും. എന്തായാലും ഈ രാഹുൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മംഗലം ഡാം പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നൊരു വിവരമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരം അഭ്യൂഹങ്ങൾ വ്യാപകമായി തന്നെ പ്രചരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉൾപ്പെടെയൊക്കെ ഈ തെരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു അന്വേഷണ സംഘം. എന്തായാലും ഇന്നും അത്തരത്തിലുള്ള തിരച്ചിൽ നടപടികളൊക്കെ ഉണ്ടാകും. രാഹുൽ പാലക്കാട് ജില്ല വിട്ടു പോവാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ തിരുവനന്തപുരം പാലക്കാട് നിന്ന് ചേർന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നു. ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം യോഗം ചേർന്ന് കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യാൻ ADGPയുടെ നിർദ്ദേശം വന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സംസ്ഥാനം വ്യാപകമായി പരിശോധന ആരംഭിച്ചു പോലീസ് എന്നും വിവരം കിട്ടുന്നു. ഷബീദ് റാവുത്തർ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി ചേരുകയാണ്. ഷബീദ്, വിവരങ്ങൾ. SKN നമ്മൾ ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഒരുപക്ഷെ വൈകിയേക്കും എന്ന തരത്തിലേക്കുള്ള സൂചനകളായിരുന്നു പോലീസിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ ഇന്ന് ADGP H വെങ്കടേഷിന്റെ ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഈ അന്വേഷണ സംഘത്തിന്റെ ഒരു യോഗം ചേർന്നു. അതിനുശേഷം അറസ്റ്റിലേക്ക് വേഗത്തിൽ നീങ്ങാനുള്ള നിർദ്ദേശം ADGP H വെങ്കടേഷ് അന്വേഷണ സംഘത്തിന് നൽകിയതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം പരമാവധി തെളിവ് ശേഖരണം ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. ശക്തമായ മൊഴിയുണ്ട്. മാത്രവുമല്ല ഇക്കാര്യത്തിന്റെ ഗൗരവമടക്കം പരിശോധിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട്
പരിശോധിച്ചുകൊണ്ട് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയേക്കൂ എന്നുള്ള നിർദ്ദേശം അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ നേരത്തിലേക്കുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിനായി സംസ്ഥാന വ്യാപക പരിശോധന ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. മിനിഞ്ഞാന്ന് രാവിലെ തിരുവനന്തപുരം വഞ്ചൂരിലെ അഭിഭാഷകന്റെ ഓഫീസിൽ, വഞ്ചൂർ കോടതി പരിസരത്തുള്ള അഭിഭാഷകന്റെ ഓഫീസിൽ നേരിട്ടെത്തി വക്കാലത്തിൽ ഒപ്പിടുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. ശേഷം തിരുവനന്തപുരത്ത് നിന്ന് മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പക്ഷേ കന്യാകുമാരി, തിരുവനന്തപുരം തമിഴ്നാട് അതിർത്തി കേന്ദ്രീകരിച്ച് ഉണ്ടാകുമെന്നൊക്കെയുള്ള സൂചനകൾ പോലീസിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. എന്നാൽ അതല്ല ഇപ്പോൾ, പകരം ഈ കോയമ്പത്തൂരിലും പരിശോധന നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. രാഹുൽ കോയമ്പത്തൂരിൽ ഒളിച്ചു കഴിയുന്നതായി സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെയും പരിശോധന നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. പോലീസിന്റെ ഒരു സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു എന്നുള്ള വിവരം ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ രാഹുലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിരീക്ഷണത്തിലാണ്. ആവശ്യമാണെങ്കിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കൂടി കടക്കും. അതായത് ഈ സംഭവത്തെക്കുറിച്ച് അറിവുള്ള രാഹുലിന്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരെ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സഡൻ ആക്ഷനിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്ന് വേണം കരുതാൻ. ആ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അത് അന്വേഷണ സംഘത്തിന്, ആ ടീമിന് ഇപ്പോൾ ADGP H വെങ്കടേഷ്, അതായത് സംസ്ഥാനത്തെ ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ADGP H വെങ്കടേഷ് നൽകിയിരിക്കുന്നു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഒരു വശത്ത് ശാസ്ത്രീയ പരിശോധന, തെളിവ് ശേഖരണം, മഹസ്തർ തയ്യാറാക്കൽ നടക്കുമ്പോൾ മറുവശത്ത് രാഹുലിനായി അന്വേഷണ സംഘം തിരച്ചിൽ ഊർജിതമാക്കി എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു പ്രിവിലേജ് അറസ്റ്റിനുള്ള വഴി വെക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നതായിട്ടുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.